പ്രവാസി ചാനൽ eMalayali.comന്റെ ഏറ്റവും പുതിയ വാർത്താധിഷ്ഠിത പരിപാടി അറൗണ്ട് ദ വേൾഡിലേക്ക് പ്രവാസി ചാനൽ eMalayaliയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗായത്രി പ്രദീപ്. നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. തുരുത്തിക്കാട് മാർത്തോമ ഇടവക ജീവിതശൈലി രോഗ പ്രതിരോധ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും എനിക്ക് വീട്ടിലെത്തിയ പോലെ തോന്നി. സാം പിത്രോദയുടെ പരാമർശം വിവാദത്തിൽ. H1 വിസ നയമാറ്റം, വിദേശയാത്രകൾ ഒഴിവാക്കണം. ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥി മദാനിക്കെതിരെ ഹിന്ദു സംഘടനകൾ. ട്രംപിന് പകപോക്കാൻ തെളിവ് കിട്ടാതെ വന്നപ്പോൾ US അറ്റോർണി രാജിവെച്ചു. നോക്കാം വാർത്തകൾ വിശദമായി. മാർത്തോമ സഭ സീനിയർ സിറ്റിസൺ വാരത്തോടനുബന്ധിച്ച് തുരുത്തിക്കാട് മാർത്തോമ ഇടവക സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ്, സേവികാ സംഘം, ഇടവക വികസന സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജീവിതശൈലി രോഗ പ്രതിരോധ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിന്റെ സഹകരണത്തോടെ നടന്ന ശില്പശാലയിൽ വികാരി റവറന്റ് സജു സാമുവൽ സി അധ്യക്ഷത വഹിച്ചു. ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടറും കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറും ഗവേഷണ വിഭാഗം വൈസ് ഡീനുമായ പ്രൊഫസർ ഡോക്ടർ സംഗീത ജിതൻ ഉദ്ഘാടനം നിർവഹിച്ചു. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ സംഗീത ജിതൻ, ഡോക്ടർ ജോസ്ന നായർ, ഡയബറ്റിക്സ് ആൻഡ് ന്യൂട്രീഷൻ വിഭാഗം ചീഫ് ഡോക്ടർ ജ്യോതി കൃഷ്ണൻ, ശ്രീമതി അഷ്ന, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൽ നിന്നുള്ള ശ്രീമതി സ്മിത, ശ്രീ ഗോകുൽ എന്നിവർ ക്ലാസ് എടുത്തു. കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മാനേജർ ശ്രീ അവിരാജ് ചാക്കോ, ശ്രീ ബിച്ചു പി ബാബു, സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് സെക്രട്ടറി ശ്രീ ബാബു വർഗീസ്, വികസന സംഘം സെക്രട്ടറി ശ്രീ ബിജു നൈനാൻ മരുത്തുകുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. വ്യായാമ പരിശീലനം, ഹെൽത്തി കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ മുതലായ പരിപാടികളോടെ നടന്ന ശില്പശാലയ്ക്ക് ഡോക്ടർ രോഹിത്, ഡോക്ടർ രഞ്ജിന, ഡോക്ടർ റിയ, സിസ്റ്റർ സോളി ജിനോ, കുമാരി ജയമി, സിസ്റ്റർ സോളി ജോസഫ് മുതലായവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് eMalayali. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് IOC ചെയർമാനും രാഹുൽ ഗാന്ധിയുടെ അടുത്ത സഹായിയുമായ സാം പിത്രോഡ ഇന്ത്യക്കാരെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലെ ആളുകളുമായി താരതമ്യം ചെയ്തത് വിവാദമായി. ഇന്ത്യയുടെ വിദേശ നയത്തിൽ അയൽ രാജ്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. വാർത്താ ഏജൻസിയായ IANS-ന് നൽകിയ അഭിമുഖത്തിലാണ് പിത്രോഡ വിവാദപരമായ പരാമർശം നടത്തിയത്. നമുക്ക് സാധാരണ ജീൻ പൂൾ ഉണ്ട്. ഞാൻ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിൽ പോയപ്പോൾ എനിക്ക് വീട്ടിലെത്തിയതുപോലെയാണ് തോന്നിയത്. അവർ എന്നെപ്പോലെ തോന്നിക്കുന്നവരും എന്നെപ്പോലെ സംസാരിക്കുന്നവരും എൻ്റെ ഭക്ഷണം കഴിക്കുന്നവരും എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരുമാണ്. അവരുമായി സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കാൻ നമ്മൾ പഠിക്കണം, പിത്രോഡ പറഞ്ഞു. തീവ്രവാദം, അക്രമം തുടങ്ങിയ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരതയും
നേപ്പാളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ അഭിപ്രായങ്ങൾ അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ചുള്ള മുൻ പരാമർശങ്ങൾ ഉൾപ്പെടെ പിത്രോഡയുടെ പല അഭിപ്രായങ്ങളും നേരത്തെയും വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ചൈനയെ ഇന്ത്യ ഒരു ശത്രുവായി കാണാതെ സഹകരണ മനോഭാവത്തോടെ സമീപിക്കണമെന്ന് ആവശ്യപ്പെട്ടും അദ്ദേഹം മുൻപ് വിമർശനം നേരിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി. പ്രസിഡന്റിന്റെ H1 വിസ നയമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശത്തുള്ളവർ സെപ്റ്റംബർ 20 ശനിയാഴ്ച അർദ്ധരാത്രിക്ക് മുൻപായി തിരിച്ചെത്തണമെന്ന് ന്യൂജേഴ്സി കേന്ദ്രമായ ക്ലാസ്കോ ഇമിഗ്രേഷൻ ലോ സന്ദേശത്തിൽ പറയുന്നു. ഈ സമയത്ത് H1B വിസ ഉടമകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്ത് യാത്ര ചെയ്യരുതെന്ന് ഞങ്ങൾ ശക്തമായി ഉപദേശിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് വിസയ്ക്ക് അപേക്ഷിക്കാനും രാജ്യത്തേക്ക് വീണ്ടും പ്രവേശിക്കാനുമുള്ള നിങ്ങളുടെ കഴിവിനെ സാരമായി ബാധിച്ചേക്കാം, അവരുടെ സന്ദേശത്തിൽ പറയുന്നു. അതേസമയം നിലവിൽ H1 വിസയിൽ ഇവിടെയുള്ളവരുടെ സ്ഥിതി എന്താകുമെന്ന ആശങ്കയും ഉയരുന്നു. H1 വിസയിൽ വന്ന 7 ലക്ഷത്തോളം പേര് ഗ്രീൻ കാർഡ് നമ്പർ ലഭ്യമല്ലാത്തതിനാൽ ഓരോ വർഷവും H1 വിസ പുതുക്കിയാണ് ഇവിടെ കഴിയുന്നത്. അവരെ ഇത് എങ്ങനെ ബാധിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. H1B ഫീസും ഗോൾഡ് കാർഡും പ്രസിഡന്റിന് തീരുമാനിക്കാമെങ്കിലും പ്ലാറ്റിനം കാർഡിന് കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണെന്ന് കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾ അപേക്ഷിക്കുന്നതിനാൽ വർഷങ്ങളായി നറുക്കെടുത്താണ് H1B വിസ വിതരണം ചെയ്തിരുന്നത്. ആകെ 65,000 വിസയാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഉന്നത ബിരുദം എടുക്കുന്നവർക്ക് 20,000 വേറെയും. ഈ വർഷം ആമസോണിന് 10,000-ലധികം വിസ ലഭിച്ചു. തൊട്ടുപിന്നാലെ ടാറ്റ കൺസൾട്ടൻസി, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ എന്നിവ. ഭൂമിശാസ്ത്രപരമായി ഏറ്റവും കൂടുതൽ H1B തൊഴിലാളികളുള്ളത് കാലിഫോർണിയയിലാണ്. H1B സ്പോട്ടുകൾ പലപ്പോഴും എൻട്രി ലെവൽ ജോലികൾക്കാണ് പോകുന്നതെന്ന് വിമർശകർ പറയുന്നു. വിപ്രോ, ഇൻഫോസിസ്, HCL ടെക്നോളജീസ്, ടാറ്റ തുടങ്ങിയ കൺസൾട്ടിംഗ് കമ്പനികൾക്കും US-ലെ IBM, കോഗ്നിസന്റ് എന്നിവയ്ക്കും വിദേശ തൊഴിലാളികളെ പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് നിയമിക്കുകയും പണം ലാഭിക്കാൻ ആഗ്രഹിക്കുന്ന US തൊഴിലുടമകൾക്ക് അവരെ കരാർ പ്രകാരം നൽകുകയും ചെയ്യുന്നു. പ്രഥമ വനിത മെലാനിയ ട്രംപിന് മോഡലായി ജോലി ചെയ്യുന്നതിനായി 1996 ഒക്ടോബറിൽ H1B വർക്ക് വിസ ലഭിച്ചു. അവർ സ്ലൊവേനിയയിലാണ് ജനിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് മേയർ സ്ഥാനാർത്ഥി സൊഹ്റാൻ മദാനിക്കെതിരെ ന്യൂയോർക്കിലെ ഹിന്ദു അമേരിക്കൻ സമൂഹത്തിന്റെ എതിർപ്പ് ശക്തമാകുന്നു. ഹിന്ദു സമൂഹത്തിനെതിരായ വിഭജനപരമായ പ്രസ്താവനകളും ഹിന്ദുവിരുദ്ധ നിലപാടുകളും കൈക്കൊണ്ടുവെന്നാരോപിച്ചാണ് എതിർപ്പ്. 33-കാരനായ മദാനി ഇന്ത്യയിലെ മതരാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടത് ന്യൂയോർക്കിന്റെ ബഹുസാംസ്കാരിക സൗഹൃദത്തിന് തിരിച്ചടിയാകുന്നുവെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. 2020 അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ ടൈംസ് സ്ക്വയറിൽ നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തപ്പോൾ മദാനിക്കൊപ്പം നിന്ന ചിലർ ഹിന്ദുവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചത് അവർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിന്ദു അമേരിക്കക്കാരിയായ ജെന്നിഫർ രാജ്കുമാറിനെ ഹിന്ദു ഫാസിസ്റ്റുകളുടെ കളിപ്പാവ എന്ന് വിളിച്ചതും കടുത്ത വിമർശനത്തിന് വഴിവെച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച പ്രസ്താവനകൾ ഹിന്ദു പ്രവർത്തകർ ശത്രുതാപരമായ സമീപനമെന്ന് വിലയിരുത്തുന്നു. ക്വീൻസിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തിന് പുറത്ത് സ്ഥാപിച്ച ഗാന്ധി പ്രതിമ വംശീയവാദികൾ തകർത്തപ്പോൾ മദാനി മൗനം പാലിച്ചതും അവർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ മാസം ഹിന്ദു അമേരിക്കൻ നേതാക്കൾ ചേർന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് എഴുതി നൽകിയ കത്തിലൂടെ മദാനിയുടെ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി. ലാഗാഡിയ കമ്മ്യൂണിറ്റി കോളേജിലെ സൈക്കോളജി പ്രൊഫസറായ ഡോക്ടർ ലക്ഷ്മി ബണ്ടലമുടി ഉൾപ്പെടെ നിരവധി പേർ കത്തിൽ ഒപ്പുവച്ചിരുന്നു. ന്യൂയോർക്ക് നിവാസി എന്ന നിലയിൽ അദ്ദേഹം നഗരത്തെ അപകടത്തിലാക്കുമെന്നും മദാനി ഹിന്ദുക്കളെയും ജൂതരെയും കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ ഭീതിജനകമാണെന്നുമാണ് അവർ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം. പ്രതിഷേധം തെരുവിലേക്കും നീളുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹിന്ദു സംഘടനകൾ ന്യൂയോർക്ക് സിറ്റിയെ രക്ഷിക്കാൻ മദാനിയെ നിരസിക്കൂ എന്ന ബാനറുമായി രംഗത്തുണ്ട്. മതത്തിന്റെ പേരിൽ വിഭജിക്കുന്ന ചിന്താഗതികൾ മദാനി ന്യൂയോർക്കിൽ കൊണ്ടുവന്നാൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ന്യൂജേഴ്സിയിലുള്ള ഇന്ത്യൻ ഹിന്ദുക്കളും മുന്നറിയിപ്പ് നൽകി. ഹിന്ദു അമേരിക്കൻ ഫൗണ്ടേഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ മദാനി ഹിന്ദു നേതാക്കൾക്കും മതചിഹ്നങ്ങൾക്കും ആരാധനാലയങ്ങൾക്കുമെതിരെ നടത്തിയ പരാമർശങ്ങൾ ആശങ്കാജനകമാണെന്ന് അറിയിച്ചു. എന്നാൽ മദാനിയുടെ ക്യാമ്പയിൻ ഈ ആരോപണങ്ങൾ തള്ളി. മദാനിയുടെ മാതാവ് ഹിന്ദുവാണെന്നും ഹിന്ദുമത മൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും രാഷ്ട്രീയത്തെയും സ്വാധീനിച്ചിട്ടുണ്ടെന്നുമാണ് അവരുടെ വാദം. എല്ലാ ന്യൂയോർക്കുകാരും അവരുടെ മതം, വർഗം, ജന്മദേശം എന്നിവ പരിഗണിക്കാതെ തുല്യ സംരക്ഷണം ലഭിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് മദാനി എന്നാണ് ക്യാമ്പയിൻ ടീമിൻ്റെ മറുപടി. മദാനി മേയറാകുന്നതോടെ ന്യൂയോർക്കിൻ്റെ സാംസ്കാരിക ഐക്യവും സമാധാനവും തകർന്നു പോകുമോ എന്ന ആശങ്ക ഹിന്ദു അമേരിക്കൻ സമൂഹത്തിനുണ്ട് എന്നാണ് ഈ പ്രതിഷേധങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്
ഈ മലയാളി. പ്രസിഡന്റ് ട്രംപിന്റെ ശത്രുക്കൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടത്ര തെളിവില്ലെന്ന് പറഞ്ഞ US അറ്റോർണി പ്രസിഡന്റിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് രാജിവെച്ചു. ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ്, FBI മുൻ ഡയറക്ടർ ജെയിംസ് ബി കോമി എന്നിവർക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്ത വെർജീനിയ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് US അറ്റോർണി എറിക് എസ് സിയർബട്ടിനെ പുറത്താക്കുമെന്ന് ട്രംപ് താക്കീത് നൽകിയിരുന്നു. ട്രംപിനെതിരെ ന്യൂയോർക്ക് കോടതികളിൽ കേസുകൾ കൊണ്ടുവന്ന ജെയിംസിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് സിയർബട്ട് അടുത്തിടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിരുന്നു. കോമിക്കെതിരെ കണക്ക് തീർക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിനെതിരായ അന്വേഷണത്തിലും പ്രയോജനമുണ്ടായില്ല. സിയർബട്ടിന്റെ നോമിനേഷൻ വെർജീനിയയിൽ നിന്നുള്ള 2 ഡെമോക്രാറ്റിക് സെനറ്റർമാർ പിന്തുണച്ചുവെന്നും ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തെ നീക്കം ചെയ്യുമെന്ന് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് പറഞ്ഞതിന് പിന്നാലെയാണ് രാജിയുണ്ടായത്. ജെയിംസിന്റെ അഭിഭാഷക ആബെ ഡി ലെവൽ പ്രസിഡന്റിന്റെ നടപടിയെ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് വിളിച്ചു. സിയർബട്ട് നിയമം അനുശാസിക്കുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ജെയിംസിനെതിരെ അദ്ദേഹം ഒരു തെളിവും കണ്ടില്ല. നിയമം വളച്ചൊടിച്ച് പക തീർക്കാൻ തയ്യാറായുള്ളവരെ കണ്ടെത്തുന്നത് ട്രംപിന്റെ രീതിയാണ്. അത് നിയമവിരുദ്ധമാണെന്ന് അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ലോകമെമ്പാടുമുള്ള വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന പ്രവാസി ചാനൽ eMalayali.comന്റെ വാർത്താധിഷ്ഠിത പരിപാടി അറൗണ്ട് ദ വേൾഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും news@pravasichannel.com എന്ന ഇമെയിലിൽ ഞങ്ങളെ അറിയിക്കുക. അറൗണ്ട് ദ വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.